ഇത് കേവലപരമായി വഖഫ് എന്ന വിഷയത്തെ മാത്രം മുൻനിർത്തിയുള്ള പ്രതിഷേധമല്ല. ഇന്ത്യയിൽ ഏവർക്കും സാഹോദര്യത്തോടെ, അന്തസ്സോടെ, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഭരണഘടനാ സംരക്ഷണ സംഗമത്തെ കാണുന്നത്. പാർലമെന്റിൽ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണുള്ളത്. ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രതിനിധികളായിട്ട് ഞങ്ങളെപ്പോലുള്ള പാർലമെന്റ് അംഗങ്ങൾ അവിടെയുണ്ട്, നിങ്ങളുടെ പ്രതിനിധികളാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 20 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിലെ ഗവൺമെന്റിൽ ഒരു സ്ഥാനം പോലുമില്ല. 20 കോടി ജനങ്ങൾക്ക് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിൽ ഒരു പ്രാതിനിധ്യമില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ആർക്കും ഒരു ദുഃഖമോ രോഷമോ ഇല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ടെലിവിഷൻ ചാനലുകളിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ 20 കോടി ജനങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണനിർവഹണ വേദിയായ എക്സിക്യൂട്ടീവിൽ ഒരു സ്ഥാനം പോലും ഇല്ലാത്തതെന്നുള്ള ചോദ്യം എപ്പോഴെങ്കിലും ഉയരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് അടിവരയിടേണ്ടത്. നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ പ്രാതിനിധ്യത്തെയും പിന്തുണയ്ക്കാൻ വേണ്ടി ഈ ടെലിവിഷൻ അവതാരകർ ഒന്നും രംഗത്ത് വരില്ല. അവരൊക്കെ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി മാത്രമേ വരികയുള്ളൂ. നമുക്ക് ജനാധിപത്യം പുലരണമെങ്കിൽ സാഹോദര്യത്തിന്റെ ആ ഒരു തലത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഏകോപനം സാധ്യമാകണം. ഇന്ന് ഈ വഖഫ് ഭരണഘടനാ സംരക്ഷണ സംഗമത്തിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകുന്ന ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള അടിസ്ഥാന പ്രമാണത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ്.